ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം പ്രോഡക്റ്റ് മാനേജ്മെന്റ് ചാപ്റ്റർ 3 ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഓഫ് പ്രോഡക്റ്റ്. ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത്, അതിന്റെ ഡെഫിനിഷനാണ്. അപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മാർക്കറ്റിംഗിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രോഡക്റ്റ്, ഗുഡ്സ്, സർവീസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഈ ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എന്താണ് ആ പ്രോഡക്റ്റ്? A product is anything that can be offered to a market that might satisfy a want or need. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നീഡ് ഓർ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താണോ എല്ലാം പറയുന്ന anything that can be offered to market in order to satisfy needs or wants of the customers. Then another one, goods are physical product capable of being delivered to a purchaser and involve transfer of ownership from seller to customer. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോഡക്റ്റ് ആണ്. അത് മറ്റൊരാൾക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു. പർച്ചേസർക്ക് സെല്ലർ ഹാൻഡ് ഓവർ ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഓണർഷിപ്പും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇനി സർവീസ് ആകുമ്പോൾ ഫിസിക്കൽ പ്രോഡക്റ്റ് അല്ല, അല്ലെ? ഗുഡ്സ് ആണെങ്കിൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. സർവീസ് ആകുമ്പോൾ a non-material action resulting in a measurable change of state for the purchaser caused by the provider. അപ്പൊ നമുക്ക് നേരിട്ട് എന്താ പറയാ, ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് നമുക്ക് തരില്ല. എന്നാൽ some kind of action that resulting a measurable change of state for the purchaser caused by the provider. അപ്പൊ അയാൾ നൽകുന്ന സേവനമാണ്, ഒരു ഫിസിക്കൽ വസ്തുവല്ല, ഫിസിക്കൽ പ്രോഡക്റ്റ് അല്ല. അയാളുടെ പ്രവർത്തനം കാരണം അയാളിൽ നിന്നും നമുക്ക് നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ലഭിച്ചു. അതിനെയാണ് സർവീസ് എന്ന് പറയുന്നത്. അനദർ വൺ, ഐഡിയ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഐഡിയ എന്നുള്ളതിനൊരു ഉദാഹരണം മാത്രമാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. Ideas are any creation of the intellect that has commercial value but is sold or traded only as an idea and not as a resulting service or good. നമ്മൾ സാധാരണ ഈ ഐഡിയ എന്നുള്ളത് കൊണ്ട് സാധാരണ നമ്മൾ കോപ്പിറൈറ്റ്, പേറ്റന്റ്, ഓക്കെ, അതൊക്കെ ഇതിൽ വരുന്ന പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. അങ്ങനെയുള്ളത് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ നമുക്ക് എന്താ പറയാ, ആ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ പ്രോഡക്റ്റ് അവിടെ കാണാൻ കഴിയില്ല. ഐഡിയ മാത്രമാണ്. ആ ഐഡിയക്ക് നമുക്ക് കോപ്പിറൈറ്റ്, പാറ്റന്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ ഐറ്റത്തിനനുസരിച്ച് മാറും. ഓക്കെ, അത് നമുക്ക് ട്രേഡ് നടത്താൻ പറ്റും. ആൻഡ് ഇറ്റ് ഹാസ് ദി കൊമേഴ്സ്യൽ വാല്യൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗുഡ്സ് ആവട്ടെ, സർവീസ് ആവട്ടെ, ഐഡിയ ആവട്ടെ, എ പ്രോഡക്റ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഓഫർഡ് ടു എ മാർക്കറ്റ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇനി നെക്സ്റ്റ് ഏരിയയാണ് ലെവൽസ് ഓഫ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ ലെവല് പ്രധാനമായിട്ടും 5 ഭാഗങ്ങളാണ് ഒരു പ്രോഡക്റ്റിനുള്ളത്. ലെവൽസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പ്രോഡക്റ്റിന്റെ ഓരോ ലെവൽ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ഓരോ ഭാഗങ്ങളാണ്. അതിൽ നമുക്ക് ലെവൽസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. പ്രധാനമായിട്ടും 5 പാർട്ടായിട്ടാണ് ലെവൽസ് ഓഫ് പ്രോഡക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
core benefit from the product, then generic product, expected product, augmented product, and potential product. ഒന്നാമത്തത് core benefit, the fundamental need or want that consumers satisfy by consuming the product or service. For example, the need to process digital images. Why we are using that product, or what kind of thing we are purchasing to satisfy our needs or wants. നമ്മുടെ യഥാർത്ഥ ആവശ്യം നിറവേറാൻ വേണ്ടി നമ്മൾ എന്താണോ വാങ്ങിച്ചത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഡിജിറ്റൽ ഇമേജിനെ പ്രോസസ് ചെയ്യുന്ന, അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വിശക്കുന്ന സമയത്ത് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ വിശപ്പ് എന്നുള്ളതാണ് നമ്മുടെ അവിടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്. അതിന് ആവശ്യമായ വസ്തുവാണ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റാണ് ഭക്ഷണം എന്നുള്ളത്. അപ്പൊ ഏത് തരത്തിലുള്ള ഭക്ഷണം ഒന്നും അവിടെ പറയുന്നില്ല, നമുക്ക് വിശപ്പ് മാറാനുള്ള ഭക്ഷണം കിട്ടും. ദാറ്റ് ഈസ് ദ കോർ ബെനിഫിറ്റ്. രണ്ടാമത്തെ ലെവലാണ് ജനറിക് പ്രോഡക്റ്റ്. Generic product is a version of the product containing only those attributes or characteristics absolutely necessary for it to function. For example, the need to process digital image could be satisfied by a generic low-end personal computer using free image processing software or a processing laboratory. ഓക്കെ, അപ്പൊ ഇവിടെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സ് ചെയ്യാം. അപ്പൊ ഡിജിറ്റൽ ഇമേജ് കിട്ടുക എന്നുള്ളതാണ് അതിന്റെ കോർ ബെനിഫിറ്റ്. ജനറിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കോർ ബെനിഫിറ്റ്, അതിന്റെ യഥാർത്ഥ റിസൾട്ട്, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യം. ഇപ്പൊ നേരത്തെ നമ്മൾ ഹോട്ടലിൽ കയറി വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കൂടെയുള്ള ജനറൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ കഴുകാനുള്ള സൗകര്യം, അതുപോലെ അവര് പാത്രം തരിക, വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്, വെള്ളം, ഓക്കെ, ഇങ്ങനെ അതിനോടനുബന്ധിച്ച് വരുന്ന അതും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ പ്രോഡക്റ്റ് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് ജനറിക് പ്രോഡക്റ്റ് എന്ന് പറയും. ദെൻ തേർഡ് വൺ ആണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്. എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്. അപ്പൊ ഒന്ന് നമ്മൾ കോർ ബെനിഫിറ്റ് പറഞ്ഞു, രണ്ട് ജനറിക് പ്രോഡക്റ്റ് പറഞ്ഞു, മൂന്നാമത്തേതാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്. ഇവിടെ തേർഡ് ലെവല്. അപ്പൊ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ദി സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ബയേഴ്സ് നോർമലി എക്സ്പെക്ട് ആൻഡ് അഗ്രി ടു വെൻ ദേ പർച്ചേസ് എ പ്രോഡക്റ്റ്. Okay, for example, the computer is specified to deliver fast image processing and has a high resolution, accurate color scene, etc. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് തേർഡ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് ആണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്. എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ആ കസ്റ്റമർ പലതും എക്സ്പെക്ട് ചെയ്യുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞ ഹോട്ടലിൽ കയറുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നല്ല സർവീസ് അവിടുന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള കോർ ബെനിഫിറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ വാങ്ങുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയോ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വാങ്ങുന്നു. അതിനോടനുബന്ധിച്ചുള്ള ജനറിക് പ്രോഡക്റ്റുകൾ നമ്മൾ പറഞ്ഞു, പ്ലേറ്റ്, ഗ്ലാസ്, അതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ അവിടെ പറഞ്ഞു. ദെൻ പിന്നീട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് നല്ല സർവീസ്, എന്താണോ ഏത് രൂപത്തിലുള്ള സർവീസാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സർവീസും കൂടെ നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച അതേ ലെവലിൽ തന്നെ നമുക്ക് ഗുഡ്സ് കിട്ടുക എന്നുള്ളത് അതിനെയാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്. ദെൻ അനദർ വൺ, ഫോർത്ത് ലെവൽ ഓഫ് പ്രോഡക്റ്റ് ഈസ് ഓഗ്മെന്റഡ് പ്രോഡക്റ്റ്. ഓക്കെ, പ്രൊനൗൺസ് ചെയ്യുന്നത് ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്നാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കാരണം ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ഓഗ്മെന്റഡ് പ്രോഡക്റ്റ്, അതുപോലെ വാട്ട് ഈസ് ജനറിക് പ്രോഡക്റ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. കോർ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ജനറിക് പ്രോഡക്റ്റ്, the inclusion of additional features, benefits, attributes or related services that serve to differentiate the product from its competitors. Okay, അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു, ആ പ്രതീക്ഷയ്ക്ക് ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിനതീതമായിട്ട് എക്സ്ട്രാ നമുക്ക് കിട്ടിയ
ബെനിഫിറ്റ്. ഇപ്പൊ ചിലപ്പോൾ എന്തായിരിക്കും, നമുക്ക് ചെന്നിരുന്ന സമയത്ത് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും കൊണ്ടുതരികയാണ്, അല്ലെങ്കിൽ ഒരു നല്ല വെൽക്കം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാലും അധികമായിട്ട് നമുക്ക് കിട്ടി. അപ്പൊ ഓഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക എന്നുള്ളത് അതിന്റെ മീനിങ്. അപ്പൊ ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്താണോ കിട്ടിയത് അതിനെയാണ് ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി fifth level of product is potential product. This includes all the augmentations and transformation a product might undergo in the future. To ensure future customer loyalty, a business must aim to surprise and delight customers in the future by continuing to augment product. ഇവിടെ ഈ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് ഓഗ്മെന്റഡ് നമ്മൾ പറഞ്ഞു എക്സ്പെക്ട് ചെയ്തതിൻ്റെയും മുകളിൽ അതിനേക്കാൾ കൂടുതലായിട്ട് കൊടുത്ത പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഓഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്ന് പറയും. ഈ ഓഗ്മെന്റേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ സമയത്തും ബെറ്റർ ആക്കിക്കൊണ്ടേയിരിക്കുക, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് അതിൽ നടത്തിക്കൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ളതിനെയാണ് ആ ട്രാൻസ്ഫോർമേഷനെ ഓഗ്മെന്റേഷനെയൊക്കെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ, അതും കൂടെ വരുമ്പോഴാണ് അതിനെ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയും. Okay, so these are the 5 levels of product: core product or core benefit, generic product, then expected product, augmented product, and potential product. These are the 5 levels of product. The next one, classification of products based on durability. ഈ പ്രോഡക്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, തരംതിരിക്കുകയാണ് ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് എന്നർത്ഥം. ഏതൊക്കെ തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഉള്ളത് അതിനാണ് നമ്മൾ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. സോ ഹിയർ ദ ക്ലാസിഫിക്കേഷൻ ഈസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ഈട് നിൽക്കുക, അല്ലെ, കുറെ കാലം നിലനിൽക്കുന്നതിനാണ് നമ്മൾ ഡ്യൂറബിൾ എന്ന് പറയും. അപ്പൊ ഡ്യൂറബിലിറ്റിയുടെ കേസിൽ അല്ലെങ്കിൽ ടാൻജിബിലിറ്റിയുടെ ഒക്കെ കേസിൽ നമ്മൾ ഗുഡ്സിനെ മൂന്നായിട്ട് തരംതിരിക്കും. ഫസ്റ്റ് വൺ, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. അപ്പൊ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നിലനിൽക്കുന്നത്, അപ്പൊ നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ നിലനിൽക്കാത്തത്. സോ അപ്പൊ ടാൻജിബിലിറ്റിയുടെ കേസിൽ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റിയുടെ കേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഒന്നാണ് നോൺ ഡ്യൂറബിൾ. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആർ ടാൻജിബിൾ, നോർമലി കൺസ്യൂംഡ് ഇൻ 1 or a few uses. എക്സാമ്പിൾ, സോപ്പ്. നമുക്ക് ഒരുപാട് കാലം നിലനിൽക്കാത്ത ഒരു പ്രോഡക്റ്റ്, ഒരു ഗുഡ്സ്, അത് ചിലപ്പോൾ 1 ടൈം യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന്. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ മെനി ലൊക്കേഷൻസ്, സ്മോൾ മാർക്കപ്പ്, അഡ്വർടൈസബിലിറ്റി. ഓക്കെ, ഈ തരത്തിലുള്ള പ്രോഡക്റ്റ് എന്തായിരിക്കും നമ്മൾ ഒരുപാട് സമയങ്ങളിൽ യൂസ് ചെയ്യുന്നത്, എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതാണ്, ഭയങ്കര കോസ്റ്റ്ലി ഒന്നും അല്ല, എന്നാൽ ഭയങ്കരമായ അഡ്വർടൈസ്മെന്റ് ആ നോൺ ഡ്യൂറബിൾ ഗുഡ്സിനുണ്ടായിരിക്കും. മറ്റൊന്ന് ഡ്യൂറബിൾ ഗുഡ്സ്. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് പറഞ്ഞാൽ കുറെ കാലം ഇല്ലാത്തത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സോപ്പ്. ഇനി ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, ഡ്യൂറബിൾ ഗുഡ്സ് പറഞ്ഞാൽ നിലനിൽക്കുന്നത്, ഒരുപാട് കാലം നിലനിൽക്കുന്നത്, ലൈഫ് കൂടുതലുള്ളത്. Tangible goods normally survive many uses. Example, refrigerators. Refrigerator. Then the strategy used is more personal selling and service, higher margin, more seller guarantee. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരുപാട് കാലം. ഇപ്പോൾ ഫർണിച്ചർ ഒരുപാട് കാലം നിലനിൽക്കുന്നത്, ജ്വല്ലറി, അല്ലെ, ആഭരണങ്ങൾ ഒരുപാട് കാലം അതൊക്കെ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. ഇനി അനദർ വൺ ആണ് സർവീസ്. അപ്പൊ ഡ്യൂറബിലിറ്റി ആൻഡ് ടാൻജിബിലിറ്റിയുടെ ബേസിൽ നമ്മൾ ഗുഡ്സ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ 3 ആയിട്ട് തരംതിരിക്കുക എന്ന് പറഞ്ഞു. ഒന്ന് ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി പറയുന്ന സർവീസ് ഇൻടാൻജിബിൾ ആണ്. അതുപോലെ നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, ഡ്യൂറബിൾ ഗുഡ്സ്, സർവീസ്. അപ്പൊ സർവീസസ് ആർ ഇൻടാൻജിബിൾ, ഇൻസെപ്പറബിൾ, വേരിയബിൾ ആൻഡ് പെരിഷബിൾ പ്രോഡക്ട്സ്. സർവീസ് എന്ന് പറയുന്നത് ഇൻടാൻജിബിൾ ആണ്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഇൻസെപ്പറബിൾ ആണ്, സർവീസ് പ്രൊവൈഡർ ആരാണോ അയാളെടുത്തുനിന്ന് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല.
അതുപോലെ വേരിയബിൾ ആണ്. എല്ലാ ആളുടെയും ഒരേ തരത്തിലുള്ള സർവീസ് ചെയ്യുന്ന ആളുകളുടെ സർവീസ് ഒക്കെ ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഒരേ പേരിലുള്ള പേന വാങ്ങി, അതൊക്കെ അതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് എല്ലാം സെയിം ആയിരിക്കും. എന്നാൽ നമ്മൾ ഒരേ കാര്യം പഠിച്ചു വന്ന ഡോക്ടേഴ്സ്, അവരുടെ സേവനം എല്ലാവരും ഒരുപോലെയല്ല കൺസൾട്ടേഷൻ നടത്തുന്നത്. അപ്പോൾ വേരിയബിൾ ആണ്. ആൻഡ് പെരിഷബിൾ, അയാളുടെ സർവീസ് നമുക്ക് കിട്ടി കഴിയുന്നതോടുകൂടി അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും രണ്ടാമത് അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗപ്പെടും. ഓക്കെ, എക്സാമ്പിൾസ് ആണ് ഹെയർ കട്ടിങ്, ലീഗൽ അഡ്വൈസ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സർവീസ് ഫ്രം ദി പാർട്ട് ഓഫ് ഡോക്ടേഴ്സ് ഒക്കെ അതിൽ വരും. ഹിയർ ദി സ്ട്രാറ്റജീസ് ആർ മോർ ക്വാളിറ്റി കൺട്രോൾ, സപ്ലയർ ക്രെഡിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്ട്സ് ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി ഓർ ടാൻജിബിലിറ്റി. ഓക്കെ, ദെൻ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ: കൺവീനിയൻസ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, അൺസോർട്ട് ഗുഡ്സ്. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, കൺസ്യൂമർ ഗുഡ്സ് ആണ്. ആദ്യം നമ്മൾ ഇന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ടാൻജിബിലിറ്റിയുടെ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തതാണ് നോൺ ഡ്യൂറബിൾ, ഡ്യൂറബിൾ ആൻഡ് സർവീസ്. ഇനി പറയുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്, അതിൽ പ്രധാനമായിട്ട് 4 തരത്തിലാണ്: കൺവീനിയൻസ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ് ആൻഡ് അൺസോർട്ട് ഗുഡ്സ്. ഒന്നാമത്തത് കൺവീനിയൻസ്. കൺവീനിയൻസ് പ്രോഡക്റ്റ്, കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സൗകര്യം, എളുപ്പത്തിൽ കിട്ടുന്നതിനാണ് കൺവീനിയൻസ്. സോ എ കൺവീനിയൻസ് പ്രോഡക്റ്റ് ഈസ് an inexpensive product that requires minimum amount of effort on the part of the consumer in order to select and purchase it. Example of convenience products are bread, soft drink, pain reliever and coffee. അപ്പോൾ കൺവീനിയൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള, ചെലവ് വളരെ കുറഞ്ഞ, മിനിമം എമൗണ്ട് ഓഫ് എഫേർട്ടിൽ, അല്ലെ, വലിയ റിസ്ക് എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ലൊക്കേഷനിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന ഗുഡ്സിനെയാണ്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കാതെ, കോസ്റ്റ്ലി അല്ലാത്ത, എക്സ്പെൻസീവ് അല്ലാത്ത, പെട്ടെന്ന് നമ്മുടെ നിയർ ബൈ പ്ലേസിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ കൺവീനിയൻസ് ഗുഡ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾസ് ആണ് ബ്രെഡ്, സോഫ്റ്റ് ഡ്രിങ്ക്, കോഫി ഒക്കെ പറഞ്ഞു. രണ്ടാമത്തെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺവീനിയൻസ് പ്രോഡക്ട്സ്: പർച്ചേസ്ഡ് ഫ്രീക്വന്റ്ലി, ഇടക്കിടക്ക് വാങ്ങുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ വൺ ടൈം യൂസ് അല്ല, വൺ ടൈം പർച്ചേസ് അല്ല. ഇപ്പൊ ഫർണിച്ചർ, നമ്മൾ ഇടക്കിടക്ക് ഫർണിച്ചർ വാങ്ങിക്കൊണ്ടിരിക്കൂല, അതുകൊണ്ട് അത് കൺവീനിയൻസ് ഗുഡ്സ് അല്ല. നേരെ മറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന സോപ്പ് അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ, അല്ലെ, ഷുഗർ, നമ്മൾ ഇടക്കിടക്ക് വാങ്ങുന്നതാണ്. അതുപോലെ ഇതിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അറ്റ് എ ലോ പ്രൈസ് പോയിന്റ്. നമ്മൾ ലക്ഷൂറിയസ് ഐറ്റം അല്ല എന്നർത്ഥം. തേർഡ് വൺ, ഈസിലി അവൈലബിൾ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അവൈലബിൾ നിയർ ബൈ പ്ലേസ്, നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ റീറ്റെയിൽ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. നോട്ട് കോമൺലി കമ്പയർഡ് വിത്ത് അതർ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ വേറെ പ്രോഡക്റ്റുമായിട്ട് ഒരുപാട് സമയം നമ്മൾ താരതമ്യം ചെയ്ത് നോക്കൊന്നുമില്ല. ഇപ്പൊ ഷുഗർ നമ്മൾ പഞ്ചസാര വാങ്ങുന്ന സമയത്ത് പഞ്ചസാര ഏതൊക്കെ പഞ്ചസാരയാണ് ഉള്ളത് എന്ന് ചോദിക്കാറില്ല. ഓക്കെ, അപ്പൊ ഒരുപാട് കമ്പാരിസൺ നടത്തിയിട്ട് വാങ്ങുന്ന ഗുഡ്സ് അല്ല കൺവീനിയൻസ് ഗുഡ്സ്. രണ്ടാമത്തേത് ഷോപ്പിംഗ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ഗുഡ്സ്. Consumers want to be able to compare products categorized as shopping products. Shopping products are usually more expensive and are purchased occasionally. The consumer is more likely to compare number of options to assess its quality, cost and features. അപ്പോൾ ഷോപ്പിംഗ് പ്രോഡക്ട്സ്, ഷോപ്പിംഗ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ
പർച്ചേസ് ചെയ്യാൻ നമ്മൾ സമയമെടുത്തുകൊണ്ട് പർച്ചേസ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ആൻഡ് പർച്ചേസിലൊക്കെ എപ്പോഴും വാങ്ങുന്നതല്ല, ഒക്കേഷണലി നമ്മൾ വല്ല ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ഷോപ്പിംഗ് ഗുഡ്സ് വാങ്ങുന്നത്. കമ്പാരിറ്റീവ്ലി മോർ എക്സ്പെൻസീവ് ആണ്. നമ്മൾ കൺവീനിയൻസ് ഗുഡ്സിൻ്റെ പറഞ്ഞത് എക്സ്പെൻസീവ് അല്ല, പെട്ടെന്ന് കിട്ടുന്നതാണ്, ഒരുപാട് സമയം നമ്മൾ നോക്കൂല, ഒരുപാട് കമ്പാരിസൺ നമ്മൾ നടത്തൂല. എന്നാൽ ഷോപ്പിംഗ് ഗുഡ്സിന് നമ്മൾ എല്ലായ്പ്പോഴും വാങ്ങുന്ന ഒന്നല്ല, കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആയിരിക്കും. ഒരുപാട് സമയം എടുത്ത് മറ്റു പ്രോഡക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ നമ്മൾ വാങ്ങുള്ളൂ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്നെടുത്ത് പോരുകയല്ലേ ചെയ്യും. നമ്മൾ ചോദിക്കും ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മറ്റുള്ള പ്രോഡക്റ്റുകളുമായിട്ട് ഇതിന് എന്ത് ബെനിഫിറ്റ് ആണ് ഈ പ്രോഡക്റ്റിനുള്ളത് നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ വാങ്ങുന്ന ഗുഡ്സിനാണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പർച്ചേസിൽ ലെസ് ഫ്രീക്വന്റ്ലി, എപ്പോഴും വാങ്ങുന്നതല്ല. അറ്റ് എ മീഡിയം പ്രൈസ് പോയിന്റ്, വളരെ വില കുറഞ്ഞത് അല്ല. കോമൺലി കമ്പയർഡ് എമംഗ് അതർ പ്രൊഡക്ട്സ്, കമ്പാരിസൺ നടത്തിയിട്ടേ നമ്മൾ വാങ്ങാറുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ്. ദീസ് പ്രോഡക്ട്സ് ആർ സോ unique that it's worth it to go to great length to find and purchase them. Almost without exception, price is not the principal factor affecting the sale of specialty goods. For example, some consumers feel strong attachment to their hairstylist or barber. They are more likely to wait for an appointment than scheduled time with a different stylist. Speciality. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞിരുന്നത്, ഒന്ന് കൺവീനിയൻസ് ഗുഡ്സ്, രണ്ട് ഷോപ്പിംഗ് ഗുഡ്സ്, മൂന്നാമത്തത് സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ തന്നെ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കാം നമ്മൾ ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും അല്ലെങ്കിൽ മിക്ക സ്ഥലത്തും ഇതേ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മളിവിടെ നമുക്ക് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്രാൻഡ് നമ്മൾ വാങ്ങും. ആ സമയം നമ്മൾ പ്രൈസ് നമ്മൾ പരിഗണിച്ചോളുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന സർവീസ് പ്രൊവൈഡറെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. അവിടെ നമ്മൾ പ്രൈസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നില്ല. ഇപ്പൊ ഇവിടെ തന്ന എക്സാമ്പിൾ ആണ് സ്ട്രോങ് അറ്റാച്ച്മെന്റ് ടു ദെയർ ഹെയർ സ്റ്റൈലിസ്റ്റ്. നമ്മുടെ മുടി വെട്ടുന്ന, ചിലപ്പോൾ നമ്മളൊക്കെ ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ബാർബർ ഷോപ്പിൽ തന്നെ പോകും, അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബാർബർ ഉണ്ട്. അയാൾ അന്ന് ലീവ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, അയാൾ ഇല്ലേ? അപ്പൊ ഇല്ല, നാളെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അന്ന് നമുക്ക് ചിലപ്പോൾ നമ്മൾ മുടി വെട്ടാതെ തിരിച്ചു പോരും. എന്നിട്ട് പിറ്റേ ദിവസം അയാൾ വന്ന ശേഷമായിരിക്കും നമ്മൾ രണ്ടാമത് ഈ ഹെയർ റെഡിയാക്കാൻ അല്ലെങ്കിൽ മുടി വെട്ടാൻ വേണ്ടി തയ്യാറാവും. കുറെ തിരക്കുണ്ടെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവും. നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് ചെയ്യുന്ന ഒന്നല്ല. ഇങ്ങനെയുള്ളതിനാണ് സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ബ്രാൻഡ് പെർസെപ്ഷൻ, ഏകദേശം എല്ലാം സെയിം ആയിരിക്കും. പർച്ചേസിൽ ലെസ് ഫ്രീക്വന്റ്ലി, നേരത്തെ ഷോപ്പിംഗ് ഗുഡ്സിന്റെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും വാങ്ങുന്നതല്ല, ഇടയ്ക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, അറ്റ് എ ഹൈ പ്രൈസ് പോയിന്റ്. കമ്പാരിറ്റീവ്ലി പ്രൈസ്, നമ്മൾ പ്രൈസിന് കൂടുതൽ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, ഷോപ്പിംഗ് ആണെങ്കിൽ മോഡറേറ്റ് പ്രൈസ് ആണെങ്കിലാണ് നമ്മൾ വാങ്ങുന്നത്. ഇവിടെ പ്രൈസിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നില്ല. ദെൻ സെൽഡം കമ്പയർഡ് ബിറ്റ്വീൻ അതർ പ്രോഡക്ട്സ്, നമ്മൾ മാത്രമേ കമ്പാരിസൺ നടത്തുള്ളൂ. ഓൺലി അവൈലബിൾ അറ്റ് സെലക്ട് ഓർ സ്പെഷ്യൽ പ്ലേസസ്. അല്ല ചെയ്യുക, നമ്മൾക്ക് കൃത്യമായ സെലക്റ്റഡ് ഏരിയകളുണ്ട്, അവിടെ പോയിട്ട് മാത്രമേ നമ്മൾ ഗുഡ്സ് വാങ്ങണം അല്ലെങ്കിൽ സർവീസ്. ഇനി നാലാമത്തെ ഗുഡ്സ് ആണ് അൺസോർട്ട് പ്രോഡക്ട്സ്. അൺസോർട്ട് പ്രോഡക്ട്സ് ആർ ദോസ് ദ കൺസ്യൂമർ മാൻ ഓർ അൺസോർട്ട് ഗുഡ്സിന്റെ പ്രത്യേകത, അൺസോർട്ട് എന്ന് പറഞ്ഞാൽ തരംതിരിക്കാത്തത്. അൺസോർട്ട് ഗുഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
നേരത്തെ പറഞ്ഞ കൺവീനിയൻസ് ഗുഡ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടുകാർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് വാങ്ങണം എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഷോപ്പിംഗ് ഗുഡ്സും അങ്ങനെ തന്നെ നമ്മൾ അത് വാങ്ങാനായിട്ട് പോകുന്നതാണ്. സ്പെഷ്യാലിറ്റി ഗുഡ്സും അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പോകണം. എന്നാൽ അൺസോൾഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വാങ്ങണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടേ ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു ഗുഡ്സ് വേണമെന്ന് നമ്മൾ എവിടെയും ആരോടും പറഞ്ഞിട്ടുമില്ല, നമ്മളോട് വാങ്ങാനും പറഞ്ഞിട്ടില്ല, നമ്മൾ വാങ്ങാൻ വിചാരിച്ചിട്ടുമില്ല. എന്നാൽ പെട്ടെന്ന് നമ്മൾ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് പ്രോഡക്റ്റ് അത് ആവശ്യം ഉണ്ടാവും എന്നുള്ള നിലക്ക് നമ്മൾ വാങ്ങും. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് അൺസോൾഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് കൺസ്യൂമേഴ്സ് ഓപ്റ്റ് നെവർ ടു പർച്ചേസ് പാസ്റ്റ് കൺട്രോൾ സർവീസസ്. നെവർ ടു പർച്ചേസ് പെസ്റ്റ് കൺട്രോൾ സർവീസ് പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കാറുള്ള ഒന്നാണ്. നമ്മൾ എങ്ങനെ റോഡ് സൈഡിൽ പോകുമ്പോൾ ഇപ്പൊ ഇതിൽ പറയുന്നത് പെസ്റ്റ് കൺട്രോൾ സർവീസ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ പെസ്റ്റ് കൺട്രോൾ മാത്രമല്ല, ഇപ്പൊ ചില ആളുകൾ വിത്ത് വാങ്ങുകയാണെങ്കിലും അതുപോലെ മറ്റെന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കണ്ട സമയത്ത് നമുക്ക് തോന്നാം ഇത് വീട്ടിൽ ഉപകാരമുള്ള ഒന്നാണ്, വാങ്ങിയേക്കാം, നമ്മൾ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വന്നതല്ല. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് അൺസോൾഡ്. അൺസോൾഡ് പ്രോഡക്റ്റ് ഹാവ് എ ടെൻഡൻസി aggressive sales technique as it is difficult to get the attention of a buyer who is not seeking the product. Okay, aggressive sales strategy nu use. അപ്പൊ അടിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോ ഓക്കെ, ഇനി നെക്സ്റ്റ് ഒന്നാണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്നുള്ളത്.
Okay. യെസ്. അപ്പോൾ ചെറിയൊരു എറർ സംഭവിച്ചതാണ്. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിറ്റഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഗുഡ്സിനെയാണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇത് ഡ്യൂറബിൾ ഗുഡ്സ് ആവില്ല, നമ്മൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള. അപ്പോൾ ഇതിൽ പറയുന്നു ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് അഥവാ FMCG are non-durable consumer goods that sell like hotcakes, as they usually come with a low price and high usability. അപ്പോൾ നമ്മൾ FMCG ഗുഡ്സ് എന്ന് പറയുന്നത് നോൺ ഡ്യൂറബിൾ ആണ്, എന്നാൽ ഒരുപാട് വില വരുന്നതല്ല, ലോ പ്രൈസിലുള്ളതും എന്നാൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതുമായ ഗുഡ്സ്, ഹോട്ട് കേക്ക്സ് എന്നാണ് അതിനെ നമ്മൾ പ്രയോഗിക്കുക, ആ ഒരു പ്രയോഗം. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് FMCG എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് അവിടെ പറയുന്നു ടൂത്ത് പേസ്റ്റ്, ഫുഡ്, സോപ്പ്, നോട്ട്ബുക്ക്, ചോക്ലേറ്റ് പോലുള്ളതൊക്കെ ഈ FMCG ഗുഡ്സിന് ഉദാഹരണങ്ങളാണ്. ഇനി FMCGയുടെ ക്ലാസിഫിക്കേഷൻ. ഒന്ന്, സ്റ്റാപ്പിൾ ഗുഡ്സ്. സ്റ്റാപ്പിൾ ഗുഡ്സ് അപ്പൊ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് തന്നെ 3 തരത്തിലാണുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് സ്റ്റാപ്പിൾ ഗുഡ്സ്. Staple goods are those consumer goods which are consumed on a regular basis and are bought often or regularly. Staple goods are mostly food items like milk, wheat, sugar, etc., as they are eaten in a large quantity and they constitute a dominant portion of a diet. അപ്പോൾ നമ്മൾ കൺവീനിയൻസ് ഗുഡ്സ് പറഞ്ഞ പോലെ ഈ സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ആവശ്യമുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഷുഗർ അല്ലേ, നമ്മൾ കൺവീനിയൻസ് ഗുഡ്സിൽ പറഞ്ഞതാണ്, അതെന്നും നമുക്ക് ആവശ്യമുള്ളതാണ്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ സ്ഥിരമായിട്ട് വാങ്ങുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ടതായിട്ട് വരും. തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കുന്ന തരത്തിലുള്ള ഗുഡ്സിനെയാണ് സ്റ്റാപ്പിൾ ഗുഡ്സ് എന്ന് പറയും. മറ്റൊന്നാണ് ഇമ്പൾസ് ഗുഡ്സ്. Impulse goods are the products that people buy on impulse, that is without planning to do so. The retailers commonly place these items near the checkout counters of supermarket, filling stations, and other retail outlets. Products such as chocolate, snacks, chewing gum, and candy, for example, are impulse goods. അപ്പോൾ നേരത്തെ സ്റ്റാപ്പിൾ ഗുഡ്സ് നമ്മൾ പ്ലാൻ ചെയ്ത് തീരുമാനിച്ചതാണ് വാങ്ങണം എന്ന്. എന്നാൽ ഇമ്പൾസ് ഗുഡ്സ് നേരത്തെ നമ്മൾ അൺസോൾട്ട് ഗുഡ്സ് പറഞ്ഞ പോലെ വാങ്ങണമെന്ന് തീരുമാനിച്ചു വരുന്നതല്ല, അത് കാണുന്ന ആ ഒരു സമയത്ത് കണ്ടത് കൊണ്ട് വാങ്ങുക എന്ന് പറയില്ലേ, അങ്ങനെ. ഇപ്പൊ നമ്മൾ സ്വീറ്റ്സ് അല്ലെ, ചില ആളുകൾക്ക് എന്ത് മിഠായി കണ്ടത് കൊണ്ട് വാങ്ങുക, അല്ലെങ്കിൽ ചില ആളുകൾ ഐസ് വാങ്ങി തിന്നും. അപ്പൊ അത് അല്ലെങ്കിൽ ഉപ്പിലിട്ടതൊക്കെ കണ്ടത് കൊണ്ടാണ്, അല്ലാതെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിനെ ഇമ്പൾസ് ഗുഡ്സ് എന്ന് പറയില്ല. ഓക്കെ. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, കൗണ്ടറിൽ ചില ആളുകൾ ചില്ലറില്ല ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്വീറ്റ്സ് ഒക്കെ തരും. അപ്പൊ ആ സമയം നമുക്ക് ഇഷ്ടമുള്ള തെരഞ്ഞിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതും കൂടെ വാങ്ങുക. അത് അപ്പൊ അങ്ങനെ കാണുന്ന സ്ഥലത്താണ് ആ പ്രോഡക്റ്റ് അവർ വെച്ചിട്ടുണ്ടാവുക, പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലത്ത്. അങ്ങനെ അത് കണ്ടതുകൊണ്ട് ആളുകൾ വാങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് ഇമ്പൾസ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തേതാണ് എമർജൻസി ഗുഡ്സ്. എമർജൻസി ഗുഡ്സ് അല്ലെ, അർജന്റ് നീഡ് വരുന്നതാണ്. Emergency goods are those products which a customer buy in case of an emergency or an absolute urgent requirement, and for which he or she had not done any planning. Emergency goods are purchased by a customer instantly during an emergency or during a critical need for a product. These products are relatively easy to find at local shops and are easily available. Umbrella, raincoat, torch, candles, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വാങ്ങാൻ വേണ്ടി വരുന്ന ഒന്നല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. കുറച്ച് പ്രായമുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു നിത്യരോഗി, അയാൾക്ക് കുറെ മുമ്പേ രോഗമുണ്ട്, അയാൾ മെഡിസിൻ കഴിച്ചുകൊണ്ട് അയാൾക്ക് മെഡിസിൻ തീരാറായി. അപ്പൊ അയാൾക്ക് മനസ്സിലായി എന്റെ മെഡിസിൻ തീരാറായി, ഇനി വാങ്ങണം.
അങ്ങനെ അയാൾ ആ മെഡിസിൻ വാങ്ങാൻ പോവുകയാണെങ്കിൽ അവിടെ എമർജൻസി ഗുഡ്സ് അല്ല, അതിനെ എമർജൻസി ഗുഡ്സ് എന്ന് പറയില്ല. അത് നമ്മൾ സ്റ്റാപ്പിൾ ഗുഡ്സിന്റെ രൂപത്തിലാണ് വരിക. ഓക്കെ, ഇത് ഇമ്പൾസ് ഗുഡ്സിന്റെ നമ്മൾ പറഞ്ഞു പ്ലാൻ ചെയ്യാതെ. അതുപോലെ പ്ലാൻ ചെയ്യാതെയാണ് എമർജൻസി ഗുഡ്സ്. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ആവശ്യം. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമായിട്ട് പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവിടുന്ന് തന്നെ നമ്മൾ മെഡിസിന് അർജന്റ് വേഗം മരുന്ന് വാങ്ങി വരാൻ പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പ് എവിടെയാണോ അവിടെ പോയിട്ട് ആ മരുന്ന് വാങ്ങി വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിന്റെ എന്താ പറയാ പ്രൈസിനെ കുറിച്ചൊന്നും ബോധേഡാവണം എന്നില്ല. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എമർജൻസി ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ കൺസ്യൂമർ ഗുഡ്സിന്റെ കാര്യങ്ങളായിരുന്നു. ഇനി മറ്റൊന്നാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് Industrial goods are materials used in the production of other goods. അപ്പോൾ ഇൻഡസ്ട്രിയൽ, ഇൻഡസ്ട്രി, ബിസിനസ് പർപ്പസ്. അപ്പോൾ these goods are materials used in the production of other goods, while consumer goods are finished products that are sold to and used by consumers. Industrial goods are bought and used for industrial and business use. They are made up of machinery, then manufacturing plant, raw materials, and any other good or component used by industries or firms. The consumer goods are ready for the consumption and satisfaction of human wants, such as clothing or food. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ കൺസ്യൂമർ ഗുഡ്സാണ്. കൺസ്യൂമർ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ കൺസ്യൂമർ ആരാണോ അയാൾ നേരിട്ട് വാങ്ങും, അയാളത് കൺസ്യൂം ചെയ്യാണ്. നേരെ മറിച്ച് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പറഞ്ഞാൽ വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങുക, റോ മെറ്റീരിയലായി വാങ്ങിയിട്ട് വേറൊരു ഗുഡ്സ് നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനി അവരെന്ത് ചെയ്യുന്നു, അവർ ടയർ വാങ്ങും, അല്ലെങ്കിൽ ടയർ മാനുഫാക്ചറിങ് കമ്പനി അവർ റബ്ബർ വാങ്ങുന്നു, റബ്ബർ വാങ്ങിയിട്ട് ടയർ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ്. ഇനി നമുക്ക് അവസാന പാർട്ട്, ഈ ഏരിയയിലെ പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന ഏരിയയിലെ അവസാന പാർട്ടാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഒന്ന്, ദ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് ഈസ് എ ഡയറക്റ്റ് ഡിമാൻഡ്. അപ്പൊ ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു കൺസ്യൂമർക്ക് മറ്റ് ഉള്ള ആവശ്യത്തിൽ നിന്ന് ഉണ്ടായതല്ല. ഇപ്പോൾ അയാൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്, അയാൾ ഡയറക്റ്റ് ഡിമാൻഡാണ്. അയാൾക്ക് വിശക്കുന്നു, അപ്പൊ അതിന് വേണ്ടിയിട്ട് അയാൾക്ക് ഭക്ഷണം വേണം. നേരെ മറിച്ച് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണെങ്കിൽ ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഈസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ്. മറ്റൊരു ആവശ്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഡിമാൻഡിനെയാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇയാൾക്ക് ടയർ മാനുഫാക്ചറിങ് നടത്തണം, അപ്പൊ ടയറാണ് അയാൾക്ക് അവിടെ മാനുഫാക്ചർ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് അയാള് റബ്ബർ വാങ്ങും, അതിനാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ, മറ്റൊന്ന് കൺസ്യൂമർ ഗുഡ്സ്, ദ നമ്പർ ഓഫ് ബയേഴ്സ് ഈസ് ലാർജ്. കൺസ്യൂമർ ഗുഡ്സിനെ നമ്മൾ ഇഷ്ടം പോലെയാണ്, എല്ലാ ആളുകളും, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൺസ്യൂമർ ഗുഡ്സിന്റെ ബയേഴ്സാണ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഹാവ് ഓൺലി ലിമിറ്റഡ് നമ്പർ, കാരണം ബിസിനസ്സുകാർ മാത്രമായിരിക്കും ഇൻഡസ്ട്രിയൽ ഗുഡ്സിലുണ്ടാവും. ദെൻ ദ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് ഈസ് ഇലാസ്റ്റിക്. അല്ലെ, ഇലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്താണ്, അതിൽ നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് പറ്റും. ഇലാസ്റ്റിക് നമുക്ക് പിടിച്ച് അതിന്റെ ഷേപ്പ് മാറ്റാം, അതിൽ ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. സോ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് ഈസ് ഇലാസ്റ്റിക്. ചിലപ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങും, ചിലപ്പോൾ കുറച്ച് വാങ്ങും, ചിലപ്പോൾ പ്രോഡക്റ്റ് മാറ്റി വാങ്ങും, അങ്ങനെയൊക്കെ ഉണ്ട്. നേരെ മറിച്ച് ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ ദർ ഈസ് നോട്ട് മച്ച് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത ഡിമാൻഡ്. Then the buyers of consumer goods, the buyers are found scattered in different parts of the country or world. എല്ലായിടത്തും ആകെ പരന്നു കിടക്കുകയായിരിക്കും ഈ കൺസ്യൂമർ ഗുഡ്സിന്റെ ബയേഴ്സ്. നേരെ മറിച്ച് ദ ബയേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആർ ഫൗണ്ട് ടു ബി കോൺസെൻട്രേറ്റിംഗ് ഇൻ സർട്ടൻ റീജിയൻ. ബിസിനസ്സിന് അതിന്റെ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമേ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ബയേഴ്സ് ഉണ്ടാവും. ദെൻ കൺസ്യൂമർ ഗുഡ്സിലേക്ക് വരികയാണെങ്കിൽ ഈച്ച് പർച്ചേസ് വിൽ ജനറലി ബി ഓഫ്
സ്മോൾ വാല്യൂ. കൺസ്യൂമർ ഗുഡ്സ് സാധാരണ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ സ്മോൾ വാല്യൂവിൻ്റെതായിരിക്കും. എന്നാൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണെങ്കിലോ ഈച്ച് പർച്ചേസ് ഇൻവോൾവ്സ് വെരി ഹൈ എമൗണ്ട് ഇൻ മോണിറ്ററി ടേംസ് എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുക. ദെൻ വീണ്ടും കൺസ്യൂമർ ഗുഡ്സിൽ വരികയാണെങ്കിൽ ബൈങ് ഈസ് മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമോഷൻസ്. ഇമോഷണൽ പർച്ചേസ് ആണ് കൺസ്യൂമർ ഗുഡ്സിലുണ്ട്. നേരെ മറിച്ച് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ബൈങ് കനോട്ട് ബി ഇൻഫ്ലുവൻസ് ബൈ ഇമോഷൻ അല്ല, അവിടെ ബിസിനസ്സിൻ്റെതാണല്ലോ, അതുകൊണ്ട് റേഷണൽ പർച്ചേസ് തന്നെ ഉണ്ടാവും. Then there are number of middlemen in the market for consumer goods. But in case of industrial goods, the manufacturers of industrial goods supply directly to their customers. അവിടെ intermediaries ഇല്ല, middlemen വളരെ rare ആയിട്ട് ഉണ്ടാവും. Then last one, the market for consumer goods is affected by fashion and style changes. Style മാറുമ്പോൾ ഫാഷൻ മാറുന്നതൊക്കെ കൺസ്യൂമർ ഗുഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. Then the market for industrial goods is affected by technological change. ഫാഷൻ മാറണമെന്നാണ് പ്രശ്നമല്ല, പക്ഷെ ടെക്നോളജി മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ ഉണ്ടാവുക. ഓക്കെ, സോ ദീസ് ആൾ ആർ അബൌട്ട് ദി പ്രോഡക്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ഇത്രയാണ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ഏരിയയിൽ നമുക്ക് പഠിക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. Thank you.